ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ചിക്കൻ പാസ്ത റെസിപ്പിയാണ്. ചിക്കൻ അരബിയാറ്റ പാസ്ത. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നോക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. പേര് പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ പീസ് ഇട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവണവരൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അതിലോട്ട് കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് 2-3 മിനിറ്റും കൂടെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യാണ്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, സവാള, പിന്നെ 2 ടീസ്പൂൺ ഗാർലിക് മിൻസ് ചെയ്തതാണ്, ചെറുതായിട്ട് അരിഞ്ഞ്, അതായാലും കുഴപ്പമില്ല. അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ 3 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഒന്ന് പ്യൂരി ആക്കിയിട്ട് എടുത്തതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറും, നിങ്ങൾക്ക് ക്യൂബാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പാപ്രിക്ക അല്ലെങ്കിൽ മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളിതിനെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് പാസ്ത ബോയിൽ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു 3 കപ്പ് പാസ്ത ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് പാക്കിലുള്ള ഇൻസ്ട്രക്ഷൻ പോലെ നമ്മൾ ആ ടൈം കുക്ക് ചെയ്യുക. ഒരു 8-9 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ പാസ്ത ആവശ്യത്തിന് വെന്ത് വരും. അതിൽ നിന്ന് നമ്മൾ കുറച്ചൊരു 1/2 കപ്പ് വെള്ളം എടുത്ത് മാറ്റി വെക്കുകയാണ്, പാസ്ത ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളം. ഇപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പാസ്ത ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ പാസ്ത ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വാട്ടറും കൂടി ഒഴിച്ച്, പാസ്ത വാട്ടറും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പാസ്ത റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.